അയ്യ വണക്കം. കഴിഞ്ഞ ദിവസം നമ്മുടെ സുഡാപ്പി ചാനൽ നമ്മുടെ തക്കുടുമുണ്ടൻ ഒരു വാർത്ത കൊടുത്തിരുന്നു. ആ വാർത്ത എങ്ങനെയായിരുന്നു? ക്രിസ്ത്യാനി ആയതുകൊണ്ട് ക്ഷേത്രപൂജയിൽ പങ്കെടുക്കാൻ പറ്റില്ല എന്നു പറഞ്ഞ സൈനിക ഉദ്യോഗസ്ഥനെ അല്ലെങ്കിൽ സൈനികനെ പിരിച്ചുവിട്ട നടപടി സുപ്രീം കോടതി എന്ത് ചെയ്തു? ശരിവെച്ചു. ഇതാണ് ആ വാർത്ത. ഒരു കുത്തിത്തിരിപ്പിന് നല്ല സ്കോപ്പുള്ളൊരു വാർത്തയാണ്. കാരണം ഇപ്പോൾ മീഡിയ വണിന് ക്രിസ്ത്യാനികളോട് ഭയങ്കര സ്നേഹമാണല്ലോ. ക്രിസ്ത്യാനികളോട് ഭയങ്കര സ്നേഹമെന്ന് പറയുന്നത് വേറൊന്നും കൊണ്ടല്ല. കാരണം കേരളത്തിൽ BJPയും ക്രിസ്ത്യാനികളും അടുത്തടുത്ത് വരുന്നു എന്ന് ഇവന്മാർക്ക് കൃത്യമായിട്ട് അറിയാം. പോരാത്തതിന് കേരളത്തിൽ ഈ ക്രിസ്ത്യാനികളും മറ്റ് സംഘടനകളും മറ്റ് മതമൗലികവാദ സംഘടനകളും അകന്നകന്നു പോകുന്നു എന്നും ഇവർക്ക് കൃത്യമായിട്ട് അറിയാം. 2014 നരേന്ദ്രമോദി വരുമെന്ന് അറിഞ്ഞിരുന്നില്ലല്ലോ. അതുകൊണ്ട് അറിയാത്തത് കൊണ്ട് തന്നെ 2014 മുമ്പ് എന്തൊക്കെ തരവഴിത്തരങ്ങളാണ് ഇവിടെ കിടന്ന് കാട്ടിക്കൂട്ടിയിരുന്നത്. ആ മുജാഹിദ് പാലുശ്ശേരിയെ പോലുള്ളവന്മാർ ഇവിടെ ഗാന്ധിനഗറിലൊക്കെ വന്ന് ബൈബിളും പൊക്കി പിടിച്ചുകൊണ്ടിരുന്ന് പറഞ്ഞത് ഞാൻ പോയി കണ്ടതാണ്. ഞാൻ അതുവഴി നടന്നു പോയപ്പോൾ കാണാം അവിടെ നിന്ന് അലർച്ചയും നിലവിളിയും ബഹളവും കേൾക്കുന്നത്. അവിടെ പോയി നിന്നപ്പം ഇതാ ബൈബിൾ, ഈ ബൈബിൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവൻ എന്തിനൊക്കെ വിളിച്ച് പറയണമെന്ന് തോന്നും. ഈ ബൈബിളിൽ മറ്റതില്ല മറിച്ചതില്ല, ഞാൻ തെളിയിച്ചു തരാം, അങ്ങനെയാണ് ഇങ്ങനെയാണ്. ആൾക്കാരൊക്കെ ഇങ്ങനെ നിസ്സഹാരായി ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ മനസ്സിലപ്പോൾ എനിക്കൊരു കോമൺ സെൻസ് വെച്ച് തോന്നി, ഇവ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു മതത്തിനെ ഇങ്ങനെ അവഹേളിക്കില്ല. അപ്പോൾ ഏത് മതമായാലും ശരി തന്നെ, റോഡിൽ നിന്നുകൊണ്ട് ഒരാൾ ഖുറാനോ ഭഗവത്ഗീതയോ ഒക്കെ ഉയർത്തി പിടിച്ചുകൊണ്ട് ഇതിനകത്ത് ദൈവമില്ല, ഞാൻ തെളിയിച്ചു തരാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും ഇവിടുത്തെ അവസ്ഥ? 2014 മോദി വരുമെന്ന് അറിഞ്ഞില്ലല്ലോ. അതിനു മുമ്പ് വേറൊരു വെട്ടാവളിയുണ്ട്, MM അക്ബർ എന്ന് പറഞ്ഞു. അവൻ്റെ സ്ഥിരം പരിപാടിയായിരുന്നു ഈ ബൈബിളിനെയൊക്കെ ചുമ്മാ കീറി മുറിച്ച് വിമർശിക്കുക എന്നുള്ളത്. അത് ഞാൻ പേരിട്ടിരുന്നതാണ് നല്ല കിടുക്കാച്ചി പേര്, കോമഡിയാണ്. സ്നേഹസംവാദം, ഇതാണ് പേരെന്ന് പറയുന്നത്. ഈ സ്നേഹസംവാദം പോലെ ഇത്രയധികം വെറുപ്പ് വിതച്ച ഒരു പരിപാടി നമ്മുടെ നാട്ടിലുണ്ടായിട്ടില്ല എന്ന് എല്ലാവർക്കും കൃത്യമായിട്ടറിയാം. പിന്നെ ഇൻ്റർനാഷണൽ ലെവൽ ഒരു മണ്ടനുണ്ടായിരുന്നു, അവൻ്റെ പേരാണ് സാക്കിർ ഹുസൈൻ. അവൻ്റെ കാര്യവും പറഞ്ഞാൽ ഭയങ്കര കോമഡിയാണ്. ഇവൻ്റെ അടുത്ത് ചോദ്യം ചോദിക്കാനായിട്ട് ഏതെങ്കിലും ക്രിസ്ത്യാനിയോ ഹിന്ദുവിനെ കൊണ്ടു നിർത്തിയിട്ട് അവനൊരു ചോദ്യം ചോദിക്കുമ്പം ഇവൻ ആദ്യം തന്നെ ദ ബ്രദർ ഹാസ് ആസ്ക്ഡ് എ വെരി നൈസ് ക്വസ്റ്റ്യൻ എന്നങ്ങ് പറയും. അതിനുശേഷം ഇവൻ അറിയാമെന്നുള്ള എന്തെങ്കിലുമൊക്കെ മണ്ടത്തനങ്ങൾ വിളിച്ച് പറയും. ആ മണ്ടത്തനങ്ങളെ ഖണ്ഡിക്കുന്ന രീതിയിൽ മറ്റവൻ എന്തെങ്കിലും പറയാനായിട്ട് വാ തുറക്കുമ്പോൾ ആശാൻ പറയുന്ന കേട്ടില്ലടാ മിണ്ട എന്നാ എന്ന് ഇപ്പുറത്തും നിൽക്കുന്ന 2 ബോഡി ഗാർഡുമാരുണ്ട്. ഇവനെ കൊണ്ടുവന്ന 2 കഷത്തിൻ്റെ ഇടയിലും ക്ലിപ്പിട്ട് പിടിച്ചുകൊണ്ട് ഇവനെ എടുത്ത് ഇങ്ങനെ കൊണ്ടുപോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അവ ഇപ്പം മലേഷ്യയിൽ തെണ്ടി തിരിഞ്ഞ് കിടക്കുകയാണ്, എയ്ഡ്സ് പിടിച്ച് കിടക്കുകയാണ് എന്നൊക്കെ കേൾക്കുന്നുണ്ട്. വട്ടായി പോയെന്നും പറയുന്നവരുണ്ട്, എന്തായാലും അറിയില്ല. അപ്പോൾ അങ്ങനെ ഈ സ്നേഹമെന്ന് പറഞ്ഞാൽ 2014 മുമ്പ് ഇങ്ങനെ മോദി വരുമെന്ന് അറിഞ്ഞാൽ നമ്മൾ ഇത്രയ്ക്ക് സ്നേഹം വാരി വിതറില്ലായിരുന്നു എന്നായിരിക്കും ഇവിടെയുള്ള മതമൗലികവാദ സംഘടനകൾ നിലവിൽ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. എന്തായാലും അതൊക്കെ അവിടെ നിൽക്കട്ടെ. പിന്നെ ദളിത് സ്നേഹം, അതും നമ്മുടെ സുഡാപ്പി ചാനൽ അങ്ങനെ നിറഞ്ഞിങ്ങനെ തുളുമ്പേണ്. അയ്യോ ദളിത് സ്നേഹം, അതിൻ്റെ കൃത്യമായിട്ടുള്ള വശം നമുക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ളതാണ്. അതായത് പോപ്പുലർ ഫ്രണ്ട് ഉണ്ടായിരുന്ന കാലത്ത് നമ്മൾ അസ്ത്രം ഗഫൂർ ഉണ്ടല്ലോ, നമ്മുടെ കേരളത്തിലെ സർട്ടിഫൈഡ് മതേതര മണ്ടൻ. ഈ അസ്ത്രം ഗഫൂർ ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ വേദിയിൽ പോയി പ്രസംഗിച്ചത് ദളിതനെ നമ്മൾ നൈസായിട്ട് അടർത്തിയെടുക്കണം, എന്നിട്ട് പോപ്പുലർ ഫ്രണ്ട് കൂടുതൽ ലീഡേഴ്സിനെ കൊണ്ടുവന്ന് നിങ്ങളൊരു പ്രബല ശക്തിയാകണം. അതാണ് ഇവന്മാരെ ഉദ്ദേശം എന്ന് പറയുന്നത്. അല്ലാതെ ദളിതനെ ഉദ്ധരിക്കുക എന്നുള്ള ഉദ്ദേശമൊന്നും ഇവന്മാർക്കില്ല എന്നുള്ളത് കൃത്യമായിട്ട് അറിയാം. അങ്ങനെയാണെങ്കിൽ ചുമ്മാ പാകിസ്ഥാനിലോട്ട് വെറുതെ നോക്കിയാൽ മതി. പാകിസ്ഥാനിൽ ഇന്ത്യ പാക് വിഭജനം ഉണ്ടായപ്പോൾ അവിടെ കുറേ ദളിതർ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നു. അവരൊക്കെ ഇപ്പോൾ എവിടെ പോയി എന്ന് അന്വേഷിച്ചാൽ തീരാവുന്ന പ്രശ്നം മാത്രമേ ഉള്ളൂ ഇവിടെയുള്ള സുഡാപ്പി ചാനലിന് എന്ന് മാത്രമേ നമുക്ക് പറയാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇവന്മാർ ഈ വാർത്ത കൊണ്ടുവന്നപ്പോൾ, അതായത് ഈ ക്രിസ്ത്യാനിയായാൽ ക്ഷേത്രപൂജയിൽ പങ്കെടുക്കാനാകില്ലെന്ന് സൈനികൻ പറയുന്ന ഈ വാർത്ത കൊണ്ടുവന്നപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചു, അതെന്തൊരു വാർത്ത ക്രിസ്ത്യാനി ആയതുകൊണ്ട് ക്ഷേത്രത്തിൽ കയറാനായിട്ട് പറ്റില്ല എന്നൊരു സൈനികൻ പറയുന്നു. സുപ്രീം കോടതി ഇത് ശരിവെക്കുന്നു. ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ ഒരു സൈനികനെ, ക്രിസ്ത്യാനിയായിട്ടുള്ള ഒരു വ്യക്തിയെ ക്ഷേത്രത്തിൽ കയറാനായിട്ട് നിർബന്ധിക്കുന്നു. അയാൾ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ജോലിയിൽ നിന്ന് പിരിച്ചു വിട്ടു. ഇങ്ങനെയല്ലേ നമുക്ക് തോന്നും. പക്ഷേ ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള വശം അങ്ങനെയല്ല. ഇയാൾ സിഖ് സ്ക്വാഡ്രനിലുള്ള ഒരു സൈനികനാണ്. 2021 ഇറങ്ങിയോ എന്ന് അവിടെയുള്ള സൈന്യം പറഞ്ഞത്. സംഭവം വേറൊന്നുമല്ല. ഈ സൈന്യം എന്ന് പറഞ്ഞാൽ മതേതരമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയില്ല. ഓരോ സ്ക്വാഡ്രനും റിലീജിയസ് നീഡ്സിനും അവരുടെ പരേഡിനും വേണ്ടിയിട്ട് ഓരോ സ്ഥലങ്ങൾ അനുവദിച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് സിഖ് സ്ക്വാഡ്രന് ഒരു ക്ഷേത്രവും ഒരു ഗുരുദ്വാരയുമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. എല്ലാ റെജിമെൻറ്റിനും ഇതുണ്ട് എന്നുള്ളതാണ് വേറൊരു കാര്യം. ആ റെജിമെൻറ്റിലുള്ള ആൾക്കാരെല്ലാം അവിടെ ചെല്ലുന്നു. കാരണം സൈനികന് മതമില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. സൈനികൻ എന്ന് പറയുന്ന ഒരു വ്യക്തി മതമില്ലാത്തൊരു വ്യക്തിയാണ്, മതേതരനാണ്. സൈനികൻ രക്ഷിക്കാൻ പോകുമ്പം ഞാൻ ക്രിസ്ത്യാനി ആയതുകൊണ്ട് ഹിന്ദുവിനെ മുസ്ലിമിനെ രക്ഷിക്കില്ല എന്ന് പറയാനായിട്ട് സാധിക്കുമോ? അല്ലെങ്കിൽ ഞാൻ ഹിന്ദു ആയതുകൊണ്ട് മുസ്ലിങ്ങളെ രക്ഷിക്കില്ല എന്ന് പറയാനായിട്ട് സാധിക്കുമോ? അപ്പോൾ സാധിക്കില്ല. നാളെ ഒരു ക്ഷേത്രത്തിലൊരു ഭീകരാക്രമണം നടക്കുമ്പോൾ ഈ ക്രിസ്ത്യാനിയായിട്ടുള്ള സൈനികൻ അവിടെ ചെന്ന് നിന്നിട്ട് ഞാൻ ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കില്ല, ഇതെൻ്റെ മതത്തിനെതിരാണ് എന്ന് പറയാനായിട്ട് സാധിക്കുമോ? അപ്പോൾ സൈന്യത്തിന് മതമില്ല. അതിനിപ്പോൾ ആ സിഖ് സ്ക്വാഡ്രനിൽ ഒരു ചർച്ച ഉണ്ടായിരുന്നെങ്കിലും അതിനകത്ത് ഇവിടെയുള്ള സൈനികരെല്ലാം കയറിയിരുന്ന് ആരാധനയെ നടത്തും. അവരെന്ത് ചെയ്യും?
അവിടെ ഇരുന്നുകൊണ്ട് കൃത്യമായിട്ട് പരേഡ് നടത്തിയിട്ട് തിരിച്ചിറങ്ങി വരും. അങ്ങനെയാണ് നമ്മുടെ സൈന്യം പൊക്കോണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനിടയിൽ കല്ല് കടിച്ചൊരു വിഷയമാണ് ഈ സംഭവം എന്ന് പറയുന്നത്. എന്തായിരുന്നാലും ഇന്ത്യ ടുഡേയിൽ എന്താണ് നടന്നത് ഇതിനെക്കുറിച്ചൊന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇമാരെ കുത്തിത്തിരിപ്പ് എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാവും. അതായത് ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിൽ പ്രവേശിക്കാൻ വിസമ്മതിച്ച ഒരു ക്രിസ്ത്യൻ ആർമി ഓഫീസറുടെ പിരിച്ചുവിടൽ നടപടി ചൊവ്വാഴ്ച സുപ്രീം കോടതി ശരിവെച്ചു. സന്തോഷം. സൈന്യം ഒരു സ്ഥാപനം എന്ന നിലയിൽ മതേതരമാണെന്നും അതിൻ്റെ അച്ചടക്കത്തിൽ വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയില്ലെന്നും കോടതി നിരീക്ഷിച്ചു. അതാണ് അച്ചടക്കം, അതാണ് സൈന്യത്തിൽ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. നിങ്ങളുടെ സൈനികരുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തി എന്ന് സുപ്രീം കോടതി പറയുന്നുണ്ട്. അതായത് പുറത്തുപോയ സൈനികൻ കൂടെ ഉണ്ടായിരുന്ന സൈനികരുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തി എന്നും ഇയാൾ പറയുന്നുണ്ട്. ഉദ്യോഗസ്ഥരായ സാമുവൽ കമലേഷിനെ കടുത്ത അച്ചടക്കമില്ലായ്മയ്ക്ക് വിമർശിക്കുകയും സൈന്യത്തിന് പൂർണ്ണമായും നിങ്ങൾ അനുയോജ്യനല്ല എന്ന് കോടതി പറയുകയും ചെയ്തു. 2017 ലഫ്റ്റനൻ്റായി നിയമിതനായ 6 സ്ക്വാഡ്രനിലേക്ക് നിയമിക്കപ്പെട്ട കമലേഷൻ ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ നിർബന്ധിക്കുന്നത് തൻ്റെ മതസ്വാതന്ത്ര്യത്തെ ലംഘനമാണെന്ന് വാദിച്ചുകൊണ്ട് അച്ചടക്ക നടപടിയെ ചോദ്യം ചെയ്തിരുന്നു. അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം നിയമപരമായ ഒരു കൽപ്പനയെ അനുസരിക്കാത്തതിന് തുല്യമാണെന്ന് സുപ്രീം കോടതി വിധിച്ചു. 2021 പെൻഷനും ഗ്രാറ്റുവിറ്റിയും ഇല്ലാതെ ഇന്ത്യൻ ആർമിയിൽ നിന്ന് ഉദ്യോഗസ്ഥനായ സാമുവൽ കമലേഷിനെ പിരിച്ചുവിട്ട നടപടി ശരിവച്ച ഡൽഹി ഹൈക്കോടതിയുടെ 2025 മെയ് മാസത്തെ ഉത്തരവ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ സൂര്യകാന്ത്, ജസ്റ്റിസ് ജോയ് മല്യ ബാഗ്ചി എന്നിവരടക്കമുള്ള ബെഞ്ചും എന്ത് ചെയ്തു? ശരിവെച്ചു. എന്തൊരു സന്ദേശമാണ് അയാൾ നൽകുന്നത്? ഇതിനായി ഇയാളെ പുറത്താക്കേണ്ടതായിരുന്നു. ഒരു സൈനിക ഉദ്യോഗസ്ഥരിൽ നിന്ന് ഏറ്റവും നിന്ദ്യമായ അച്ചടക്കമില്ലായ്മ, അതാണ് പോയിന്റ്. എന്താണ്? ക്ഷേത്രത്തിൽ കയറിയില്ല, ചർച്ചിൽ കയറിയില്ല, മോസ്കിൽ കയറിയില്ല എന്നുള്ളതല്ല, അച്ചടക്കമില്ലായ്മ. ഇതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒരു സൈനികനായിരുന്നാൽ എന്താണ് വേണ്ടത്? ഡിസിപ്ലിനാണ് വേണ്ടത്. പറയുന്ന കാര്യങ്ങൾ പറയുന്ന സമയത്ത് ചെയ്യണം. അതുകൊണ്ടാണ് നമ്മുടെ രാജ്യം ഇപ്പോഴും ഗംഭീരമായിട്ടുള്ള സൈനിക ശക്തിയായിട്ട് നിലനിൽക്കുന്നത്. സൈന്യം അവിടെ പോയി അത് ചെയ്യണം എന്നൊരു കമാൻഡ് കിട്ടുമ്പോൾ ഞാനത് ചെയ്യില്ല, ഇതെൻ്റെ മതത്തിന് ഇതിനാണ് എന്ന് പറഞ്ഞു നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഗതി എന്താകും എന്ന് ചുമ്മാ ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇത് സുപ്രീം കോടതിക്കും കൃത്യമായിട്ട് അറിയാം. ഓഫീസർ എന്താണ് വാദിച്ചതെന്ന് നമുക്ക് നോക്കാം. തൻ്റെ വിശ്വാസത്തിന് വിരുദ്ധമായതിനാൽ ശ്രീകോവിലിൽ പ്രവേശിക്കുന്നതിൽ നിന്ന് വിട്ടുനിന്നതിൻ്റെ പേരിൽ മാത്രമാണ് തൻ്റെ കക്ഷിയെ പുറത്താക്കിയതെന്നും ആരാധന നടത്താൻ ആവശ്യപ്പെട്ടപ്പോൾ മാത്രമാണ് അദ്ദേഹം എതിർപ്പ് പ്രകടിപ്പിച്ചതെന്നും ഉദ്യോഗസ്ഥന് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ ഗോപാൽ ശങ്കരനാരായണൻ വാദിച്ചു. സർവ്വധർമ്മ സ്ഥലങ്ങളുള്ള സ്ഥലങ്ങളിൽ ഉദ്യോഗസ്ഥർ പങ്കെടുക്കാറുണ്ടായിരുന്നുവെന്ന് അഭിഭാഷകൻ കൂട്ടിച്ചേർത്തു. ഈ പ്രത്യേക റെജിമെൻറ്റിൽ സെൻട്രൽ ഒരു ക്ഷേത്രമോ ഗുരുദ്വാരയോ മാത്രമുള്ളൂ. ശ്രീകോവിൽ പ്രവേശിക്കുന്നത് തൻ്റെ വിശ്വാസത്തിനെതിരാണെന്ന് പറഞ്ഞ അദ്ദേഹം ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ വിസമ്മതിച്ചു. അപ്പോൾ കോടതി ചോദിച്ചു, ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ ഇയാൾ വിസമ്മതിച്ചെങ്കിലും ക്ഷേത്രത്തിന് പുറത്ത് നിന്നുകൊണ്ട് പൂക്കളർപ്പിച്ച് ആരാധന നടത്താമെന്ന് ഇയാൾ പറഞ്ഞത് എന്തുകൊണ്ടാണ്? വിശ്വാസത്തിനെതിരാണെങ്കിൽ ആരാധിക്കാനേ പാടില്ല, അല്ലേ? ഇപ്പോൾ ഉദാഹരണത്തിന് എൻ്റെ വിശ്വാസത്തിനെതിരായിട്ടുള്ളൊരു ദൈവം അവിടെ ഇരിക്കുകയാണെങ്കിൽ ഞാനത് തിരിഞ്ഞു നോക്കത്തില്ല. കാരണം എനിക്ക് വിശ്വാസമില്ല. എനിക്കൊരു ബിംബം കാണുമ്പോൾ മനസ്സിലൊരു ദൈവികത തോന്നണം. അത് തോന്നുന്നില്ല. എനിക്ക് മറ്റു മതസ്ഥരുടെ ഒരു ബിംബം കാണുമ്പോൾ ദൈവികമായിട്ടുള്ള ഇത് തോന്നുന്നില്ലെങ്കിൽ ഞാൻ അവിടെ ആരാധനയ്ക്ക് നിൽക്കില്ല, വന്ദിക്കാനും നിൽക്കില്ല, നിന്ദിക്കാനും നിൽക്കില്ല, ഞാനങ്ങ് നടന്നകലും. അതുമാത്രമാണ് ചെയ്യുന്നത്. ഒരു വിദ്വേഷവും മനസ്സില്ല. അവൻ ആരാധിച്ചു കൊള്ളട്ടെ, എനിക്ക് ഒരു ഫീല് തോന്നുന്നില്ല. മറിച്ച് എൻ്റെ ബിംബം കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഫീല് തോന്നും, ഞാൻ ആരാധിക്കുകയും ചെയ്യും. അത് മറ്റുള്ളൊരു മതസ്ഥന് തോന്നണമെന്നില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ പുറത്തുനിന്ന് പിന്നെ പൂക്കൾ അർപ്പിക്കാമെന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ്? അങ്ങനെയാണെങ്കിൽ അകത്ത് കയറി അർപ്പിച്ചൂടെ എന്നാണ് നമ്മുടെ സുപ്രീം കോടതി ഇയാളോട് ചോദിച്ചത്. ഇനി ഒരു അച്ചടക്കമുള്ള സേനയിൽ ഇത്തരം ഒരു ധിക്കാരിയായിട്ടുള്ള വ്യക്തി സ്വീകാര്യനാണോ എന്നാണ് കോടതി ചോദിച്ചത്. ഇന്ത്യയിലെ ഏറ്റവും അച്ചടക്കമുള്ള സേനയിലെ അംഗമാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എന്ന് ചോദിച്ച ബെഞ്ച് ഒരു സൈനിക ഉദ്യോഗസ്ഥൻ്റെ ഏറ്റവും കടുത്ത അച്ചടക്ക രാഹിത്യമാണ് ഇത് കാണിക്കുന്നതെന്ന് കൂട്ടിച്ചേർത്തു. സർവ്വധർമ്മ സ്ഥലങ്ങളിൽ പ്രവേശിക്കാൻ വിസമ്മതിച്ചിട്ടില്ലെന്നും ആചാരങ്ങൾ അനുഷ്ഠിക്കാൻ മാത്രമാണ് വിസമ്മതിച്ചതെന്നുമുള്ള ഉദ്യോഗസ്ഥൻ്റെ വാദം സുപ്രീം കോടതി തള്ളിക്കളഞ്ഞു. അയാൾ സ്വന്തം സൈനികരെ അപമാനിക്കുകയല്ലേ? അയാളുടെ സ്വന്തം അഹങ്കാരം വളരെ ഉയർന്നതാണ്. അയാൾ തൻ്റെ സൈനികരോടൊപ്പം പോകാൻ വിസമ്മതിക്കുന്നു. എല്ലാവർക്കും അവരുടെ വിശ്വാസം പിന്തുടരാൻ അവകാശമുണ്ട്. ആരെങ്കിലും നിങ്ങളോട് മതപരമായിട്ടുള്ള ആചാരങ്ങൾ അനുഷ്ഠിക്കാൻ ആവശ്യപ്പെട്ടാൽ അത് വ്യത്യസ്തമായ കാര്യമാണ്. നിങ്ങളില്ല എന്ന് പറഞ്ഞാൽ പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ സേനയുടെ ആ ഒരു അച്ചടക്കം എങ്ങനെ ലംഘിക്കാൻ സാധിക്കും? അതാണ് പോയിന്റ്. നിങ്ങൾക്ക് പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് നിങ്ങളോട് ആരെങ്കിലും അമ്പലത്തിൽ കയറാൻ പറഞ്ഞാൽ പറ്റില്ല, ഞാനൊരു ക്രിസ്ത്യാനിയാണെന്ന് പറയാം. പക്ഷേ നിങ്ങളൊരു സേനയിൽ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് സാധിക്കുന്നത് എന്നാണ് സുപ്രീം കോടതി കൃത്യമായിട്ട് ചോദിച്ചത്. അതോടുകൂടി അടപ്പ് തെറിച്ചു. ഇനി നേതാക്കൾ മാതൃകയായിരിക്കണം. നിങ്ങൾ നിങ്ങളുടെ സൈനികരെ അപമാനിക്കുകയാണ്. ഒരു പാസ്റ്റർ നിങ്ങളെ ഉപദേശിച്ചപ്പോൾ അത് നിങ്ങൾ അവിടെ ഉപേക്ഷിക്കുന്നു. നിങ്ങളുടെ മതം എന്താണ് അനുവദിക്കുന്നതെന്ന് നിങ്ങൾക്ക് സ്വന്തമായ ഒരു ധാരണ ഉണ്ടായിരിക്കാൻ കഴിയില്ല, അതും യൂണിഫോമിൽ. അതാണ് കൃത്യമായിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത്. അതായത് നിങ്ങളുടെ മതം എന്താണോ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരിക്കുന്നത് അത് ഈ യൂണിഫോമിനകത്തോട്ട് കയറി കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പാടില്ല? അതെടുത്ത് തലയിലോട്ട് വയ്ക്കാൻ പാടില്ല. അതവിടെ കളഞ്ഞിട്ട് വരണം. യൂണിഫോമിലോട്ട് കയറി കഴിയുമ്പോൾ ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ പറഞ്ഞാലും ചർച്ചിൽ പ്രവേശിക്കാൻ പറഞ്ഞാലും മോസ്കിൽ പ്രവേശിക്കാൻ പറഞ്ഞാലും പ്രവേശിച്ചേ മതിയാകൂ. അതാണ് സേനയുടെ അച്ചടക്കം. പിന്നെ പ്രധാനമായിട്ട് സുഡാപ്പി ചാനൽ ഇത് ഏറ്റുപിടിക്കുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാൽ യവന്മാരെ ഭരിക്കുന്ന രാജ്യങ്ങളൊക്കെ നമുക്കറിയാം, ഇസ്ലാമിക രാജ്യങ്ങൾ. ഇവിടെയെല്ലാം സൈനിക അട്ടിമറി എന്നുള്ളത് നിരന്തരം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കലാപരിപാടിയാണ്. കാരണം സർക്കാർ എന്ന് പറയണ്ടേ അത് ചെയ്യടേ എന്ന് പറയുമ്പം സർക്കാരിനെ എടുത്ത് യവന്മാർ
കാലവാരി തൂക്കിയെടുത്ത് തലയടിച്ചിട്ട് ഇവന്മാർ അവിടെ എന്ത് ചെയ്യും, ഭരണത്തിൽ കയറുന്ന ഒരു കാഴ്ച. അത് ഇവിടെയും കൊണ്ടുവരാനുള്ളൊരു ചെറിയ സെറ്റപ്പ്, ഇങ്ങനെയെങ്കിൽ ഇങ്ങനെ അണ്ണാങ്കുഞ്ഞിനും തന്നാലായത് എന്നുള്ളൊരു ലൈനാണ് ഇവന്മാർ അനുഷ്ഠിച്ച് പോകുന്നത്. ആ അനുഷ്ഠാന കലകളൊക്കെ ഉണ്ടല്ലോ, അതിവിടെ നടക്കില്ല എന്ന് സുപ്രീം കോടതി കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. അപ്പോൾ ശരി.